നമ്മളെ ഒരു പഴയ വീടിന് പൂമുഖമൊക്കെ ഉള്ള ഒരു റിച്ച് ഹൗസാക്കി മാറ്റുകയാണ്. സ്ട്രക്ചറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ നമ്മൾ സ്ലോപ്പിംഗ് ആയിട്ടുള്ള റൂഫൊക്കെ അതിന് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഈ വീടിന് എലിവേഷനിൽ ഭംഗിയാവാൻ വേണ്ടിയിട്ട് ആ ഷീറ്റൊന്നും കാണാതിരിക്കാനായിട്ട് അവിടെ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഈ വീടിൻ്റെ ഫൗണ്ടേഷൻ ലെവലിലുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ നേരത്തെ വേറെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അത് പോയി കണ്ടോളൂ. ഇതിപ്പോൾ കുറച്ചും കൂടി സ്ട്രക്ചർ കുറേയൊക്കെ ആയതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവാൻ പറ്റും. നമുക്കൊന്ന് നോക്കാം കയറിയിട്ട്. അപ്പോൾ ഇത് അവരുടെ പുതിയ ഡ്രോയിങ് റൂമാണ്. ഇതിനകത്ത് തന്നെ ഒരുപാട് ചെറിയ ചെറിയ പണികൾ. അവിടെ ടി വി വയ്ക്കാനുള്ള സ്ഥലമാണ്. പിന്നെ ഇവിടെ നിന്ന് മുമ്പ് അവിടെ ഒരു വിൻഡോ ഉണ്ടായിരുന്ന മാറ്റിയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ ബെഡ്റൂം എടുത്തു. ഇനി ഇവിടെ ഈ അവിടെ മീറ്റർ ഒക്കെ മാറ്റി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു നല്ല വിൻഡോ കൂടി വെക്കാനുണ്ട്. ഈ ഗ്രില്ല് നമ്മൾ അവർ അടുക്കളയിലേക്ക് കൊണ്ടുപോകാണ്. അടുക്കളയുടെ അപ്പുറത്ത് വർക്ക് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോവാണ്. മുൻപ് ഇവിടെ ഒരു ചെറിയ ബെഡ്റൂം ഉണ്ടായിരുന്നു, ഒരു കൊച്ചു ബെഡ്റൂമായിരുന്നു. ആ ബെഡ്റൂമിനെ വലിയ ബെഡ്റൂം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആറ്റത്തെ വാളൊക്കെ കട്ട് ചെയ്തിട്ട് ആ റൂം അവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ നേരത്തെ അവർക്ക് ഇതിലായിരുന്നു അതിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഒരു പ്രൈവസി കുറവ് ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ ആ ഡോർ അടച്ചിട്ട് ഇവിടെ ഒരു ഡ്രസ്സിംഗ് റൂമിൽ കൂടെ കയറിയിട്ട് ഇവിടെ ഒരു ടോയ്ലറ്റൊക്കെ ഉണ്ട്. ആ ബെഡ്റൂമിലേക്ക് പ്രൈവസി ഡിഷ് നമ്മൾ അവിടെ കവർ ചെയ്തു. ആക്ച്വലി ഇവിടെ ഉള്ളത് അവർക്ക് ഇത് മുൻപ് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ടായിരുന്നു. ആ ബെഡ്റൂമിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു പോർഷനിൽ ഈ ബെഡ്റൂമിന് അറ്റാച്ച് ചെയ്തിട്ട് മറ്റേ പോർഷനിൽ നമ്മൾ കോമൺ ടോയ്ലറ്റ് ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം. ഇവിടെയായിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് കൂടി എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഡൈനിങ്ങിൻ്റെ വാഷ് ബേസിനാണുള്ളത്. ഇനി ഡൈനിങ് റൂമൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പണ്ട് ഇതവരുടെ കിച്ചണായിരുന്നു. അപ്പോൾ കിച്ചൻ്റെ അവിടെ ഒരു ചിമ്മിനിയൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് പൊട്ടിച്ചളഞ്ഞു. ഇനി അതിൻ്റെ റൂമിൽ കുറച്ച് മെയിൻ്റനൻസുകളും കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ല വലിപ്പത്തിലൊരു ഡൈനിങ് റൂമും അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ ഒരു ബെഡ്റൂം തീരെ ചെറുതായിട്ട് നമ്മൾ വലുതാക്കി. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തമാശയാണ്. ഒരു ബെഡ്റൂം കൂടി ഉണ്ടായിരുന്നു. ഈ ബെഡ്റൂമിൽ ജനലൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇത് ഈ കാണുന്ന അവരുടെ അടുക്കളയിലേക്കുള്ളൊരു ഷെൽഫായിരുന്നു. ഷെൽഫല്ല, ഒരു ജനലായിരുന്നു. അപ്പോൾ അത് വെളിച്ചം വരില്ലല്ലോ. ഇവിടെ പഴയ ടോയ്ലറ്റുകളായിരുന്നു. അപ്പോൾ ഈ റൂമിൽ ഇരുട്ടാണ്. നമ്മളെന്ത് ചെയ്യുക, ആ ടോയ്ലറ്റുകൾ മുഴുവൻ അവിടെ എടുത്ത് കളഞ്ഞിട്ട് ആ ടോയ്ലറ്റിൻ്റെ റൂഫൊക്കെ കംപ്ലീറ്റ് ഡാമേജ് ആയിരുന്നു. അപ്പോൾ ആ റൂഫ് മാറ്റിയിട്ട് പഴയ റൂഫായിട്ട് നമ്മളിവിടെ ജോയിൻ ചെയ്തു. അങ്ങനെ ഇതൊരു വിശാലമായിട്ടൊരു നല്ല ബെഡ്റൂമായിട്ട് മാറി. ഇപ്പോൾ ഞാൻ 2 ബെഡ്റൂം കാര്യമാണ് ഇപ്പോൾ കാണിച്ചു തന്നത്. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമ്മൾ ഒരു ബെഡ്റൂം കൂടി എടുത്തിട്ടുണ്ട്. അത് 100% പുതിയതാണ്. അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ പിന്നെ വരാം. ഇനി മുമ്പ് അടുക്കളയുടെ സമയം. മുമ്പ് അവരുടെ അടുക്കള ഇതായിരുന്നു അവരുടെ അടുക്കള. അടുക്കളയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വീടിന് പുറത്തു നിന്നാണ് കളിച്ചത്. ഇപ്പോൾ ഇവിടെയാണ് ഡൈനിങ് റൂം എന്നുണ്ടെങ്കിൽ ആ ഡൈനിങ് റൂമിൽ നിന്ന് അടുക്കളയിൽ കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനെന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡോറെന്ന് വെച്ചാൽ പോരെ, സിമ്പിളായി ഇവിടെ ഒരു ഡോർ വെച്ച് കഴിഞ്ഞാൽ പഴയ അടുക്കള തന്നെയാണ്. ഇതിൻ്റെ സ്ലാബും കാര്യങ്ങളെല്ലാം മാറ്റി നമ്മൾ ഒരു മോഡേൺ അടുക്കളയായിട്ട് മാറ്റും. പക്ഷേ അടുക്കള പഴയ അടുക്കള തന്നെയാണ്. അത് ഭംഗിയായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ നേരെ ഇപ്പം തന്നെ കണ്ടാൽ മനസ്സിലാവും ഇത് പുറത്തുനിന്നുള്ള ആക്സസ് ആണ്. പിന്നെ ഇവിടെയാണ് തുറക്കാൻ പോകുന്നത്. ഇവിടെ തുറന്നു കഴിയുമ്പോൾ ഡൈനിങ് റൂമിനകത്ത് നല്ല ആക്സസ് കിട്ടും. പിന്നെ ഇവിടെ ബാക്കിലൊക്കെ കുറച്ച് മുറ്റം ആകെ ഭംഗിയിലാണ്ട് അത് മുഴുവനും നമ്മൾ നീറ്റാക്കുന്നുണ്ട്. പഴയ മുറ്റം ഇവിടെ ഭംഗിയിലായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ അവിടെ വർക്ക് ഏരിയയുടെ ഇതുവരെ പഴയ വർക്ക് ഏരിയ എന്ന് പറയാവുന്നൊരു സ്പേസ് ഇവിടെ ഉള്ളതാണ്. എൻ്റെ റൂഫൊക്കെ മൊത്തം പോയിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ അവിടെ ഓൾറെഡി കാറൊക്കെ ഇടുന്ന സ്ഥലത്ത് നല്ല റൂഫുണ്ട്. ആ റൂഫ് എടുത്ത് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഉള്ള അവൈലബിൾ ആയിട്ടുള്ള ആ ഗ്രില്ലെടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ചിക്കൻ മെഷൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി വയ്ക്കുന്നത്. ഒരു എക്സ്പെൻസീവ് ആക്ടിവിറ്റി അല്ല. റൂഫൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ട് ഒരു കസ്റ്റമർക്ക് അഫോർഡബിൾ അല്ലാത്തൊരു ലെവലിലേക്ക് അത് കൊണ്ടുവരാൻ പാടില്ല. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഒരു ബെഡ്റൂം പുതിയുണ്ടെന്നല്ല, അത് ഇതാണ്. ഇത് 100% പുതിയതായിട്ട് നമ്മളവിടെ ഒരു ബെഡ്റൂം എടുത്തു. അതിലേക്ക് ഞാൻ വരാം. ഞാനൊന്ന് ടെറസിൽ കുറച്ച് തമാശകളുണ്ട്, അതൊന്ന് കാണിച്ചു തന്നിട്ട് അവിടേക്ക് വരാം. ഒരു മിനിറ്റ് കേട്ടോ, മുകളിൽ കയറട്ടെ. നമ്മളിത് സിംഗിൾ സ്റ്റോറി ഹൗസായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഡബിൾ സ്റ്റോറി ഹൗസ് ചെയ്യുമ്പോൾ കസ്റ്റമർക്ക് അത് ചിലപ്പോൾ അഫോർഡബിളായി എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ള അവർക്കാണെങ്കിൽ മിനിമം 3 ബെഡ്റൂം വേണം. 2 മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ
അതിന് ആ സൗകര്യങ്ങൾ മുഴുവൻ നമ്മൾ ഉണ്ടാക്കി. ഇതവർ മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന സ്ട്രക്ചർ അതൊക്കെ പൊളിച്ച് കളഞ്ഞ് നീറ്റാക്കുകയാണ്. ഞാനിനി പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്. ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഈ ഷീറ്റ് റൂഫാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതൊരു ഭംഗിയില്ലാത്തതായതുകൊണ്ട് നമ്മൾ ഫാൾസായിട്ട് എലിവേഷനിൽ ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 1 മീറ്റർ, പിന്നെ ഈ ഒരു ഫുൾ ലെങ്ത്ത്, ഇവിടെ ഒരു ബാൽക്കണി പോലെ ഫീൽ ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഒരു ചെറിയൊരു ഡോറൊക്കെ കൊടുത്ത് ഇവിടെയും കൂടി ഒരു പാരപ്പറ്റിനെ നമ്മളെ എലിവേഷനിലെ ഭംഗി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യു ഷേപ്പിൽ ഇവിടെ ഒരു ബാൽക്കണിയുടെ ഡോറൊക്കെ കൊടുത്ത് ഒരു ബാൽക്കണിയുടെ ഫീൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഈ എലിവേഷനിലെ ഷീറ്റ് റൂഫിനൊക്കെ മറച്ചിട്ട് ഒരു ഫാൾ സീലിംഗ് ഒക്കെ കൊടുത്ത് ഭയങ്കര സ്റ്റൈലായിട്ട് മാറ്റും. ആർക്കിടെക്ട് ശ്യാമാണ്, റിപ്പയർ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറയാം, ഫൗണ്ടേഷൻ്റെ ലെവലിലെ വീഡിയോൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്.